കാസർഗോഡ് പേജ് ഒന്ന് ലൈവ് കൊടുക്ക്. BJP കാസർഗോഡ് പേജ് സ്റ്റേറ്റിൽ ലൈവ് കൊടുക്ക്. BJP കാസർഗോഡ് പേജ് സ്റ്റേറ്റിൽ ലൈവ് കൊടുക്ക്. जय 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 भारत माता, जय जय बीजेपी, जय जय बीजेपी, ओके പോലീസ് ഇല്ലാതെ മറുപടി കൊടുക്കണം. ഈ വണ്ടി കൊണ്ട് പോകുന്നില്ല. ഞങ്ങൾ ഗവൺമെന്റ് പ്രോപ്പർട്ടിക്ക് അകത്ത് ജനറൽ സെക്രട്ടറി കൊച്ചു വിട്ടെങ്കിൽ ഇവിടുത്തെ നിങ്ങൾ അനക്കാൻ വേണ്ടി വിടും. കൊച്ചു വിടാതെ ഞങ്ങൾ പബ്ലിക് പ്രോപ്പർട്ടി നിൽക്കുന്നതാണ്. ഇല്ല വിടില്ല. നിങ്ങളൊരു സർക്കാർ സംവിധാനം തെറ്റിക്കുന്നല്ലോ. ലേഡി പോലീസ് ഇല്ലാത്ത നിങ്ങളുടെ പോലീസ് ദാദാഗിരി പെണ്ണുങ്ങളെ മുകളിൽ കഴിക്കുന്നത് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൊണ്ടുപോകണം. മറുപടി കൊടുക്കണം. പോലീസ് മറുപടി കൊടുക്കണം. മുസ്ലിം ലീഗിന്റെ ദൗർജന്യം കോൺഗ്രസ് ദൗർജന്യം വേണ്ട. ജയ് ജയ് വി ഡി സവർക്കർ, ജയ് ജയ് വി ഡി സവർക്കർ, ജയ് ജയ് ഭാരത് മാതാ. ഞാനൊരു ബാറ്ററി വന്ന എല്ലാ बोलो भारत माता की जय, बोलो भारत माता की जय, जय जय भारत माता, जय जय भारत माता, जय जय वीर सावरकर, जय जय वीर सावरकर. നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. നമ്മൾ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ പോലീസ് വന്നിട്ട് നമ്മളെ ആക്രമണം ചെയ്തു. ഇവിടുന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. അതേപോലെ മുസ്ലിം ലീഗിന്റെതും കോൺഗ്രസിന്റെ നേതാക്കന്മാർ വന്നിട്ട് നമ്മുടെ മുഖത്തിൽ അവമാനിച്ചു. ഇവിടുന്ന് പോകാൻ വേണ്ടി ഞങ്ങൾ BJP ജനറൽ സെക്രട്ടറിയും അതേപോലെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റിനെ ഇവിടെ പൊക്കിപ്പോയി. അതേപോലെ വനിതാ പോലീസ് ഇല്ലാണ്ട് നമ്മൾ ആക്രമണം ചെയ്യാൻ വേണ്ടി പോലീസുകൾ വന്നു. ഇത് തെറ്റാണ്. ഞങ്ങൾ
തൂക്കിയിട്ടുണ്ട് പോലീസ്. യഥാർത്ഥത്തിലാണ് ഒരു ആണ് പോലീസ്, മെൻ പോലീസ് ഒരു മഹിളയെ നോക്കുന്നത്. ഇത് ഞങ്ങൾ ആക്ഷേപിക്കുന്നത്, ഖണ്ഡിക്കുന്നത്, BJP കൂടെ ഖണ്ഡിക്കുന്നുണ്ട്. അതായത് ഈ സ്കൂൾ പരിസരത്ത് ഈ പ്രതിഷേധം പാടില്ല എന്നാണ് പോലീസ്. നമ്മൾ ഉള്ളിൽ പോയിട്ടില്ല, ഞങ്ങൾ പുറത്തുള്ളതാണ്. ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ആർക്ക് വേണമെങ്കിലും വരാം, ഇവിടുന്ന് നമുക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം. അതേപോലെ SFI DYFI ഇവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അന്ന് എന്തുകൊണ്ടാണ് പോലീസ് അവർ പൊക്കിക്കൊണ്ടായിട്ടില്ല? എന്തുകൊണ്ടാണ് സ്കൂൾ കോമ്പൗണ്ടല്ലേ? ഇന്ന് BJP വന്നതായിട്ട് പ്രതിഷ്ഠ നടത്തുമ്പോ ഇത് സ്കൂൾ കോമ്പൗണ്ടാണ് പറയുന്നത്. അപ്പൊ BJPക്ക് ഒരു ന്യായം, SFIക്ക് ഒരു ന്യായം, DYFIക്ക് ഒരു ന്യായം. ഇതാണോ ഈ സർക്കാർ കാണിക്കുന്നത്? ഇത് നമ്മൾ വിടുന്നില്ല, വെറുതെ വിടുന്നില്ല. മുസ്ലിം ലീഗിന്റെ വർഗീയത്വം, അതേപോലെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സർക്കാർ ധിക്കാറിക്കുന്നത്. അതേപോലെ ഞങ്ങളെ ജില്ലയുടെ മഞ്ചേശ്വരം മണ്ഡലത്തിന്റെ ഒരു മാസ്റ്ററെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇവിടെ ഒരു പ്രോഗ്രാം പങ്കെടുക്കാൻ വേണ്ടി BJP വിടുന്നില്ല. ഇനിയിപ്പോ ജനറൽ സെക്രട്ടറി പൊക്കിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഇത് വീണ്ടും ഈ പ്രതിഷേധം ശക്തമായിട്ട് നമ്മൾ നടപ്പിലാക്കും. പ്രതിഷേധിക്കും, നമ്മൾ പ്രതിഷേധിക്കും. അത്തരത്തിലാണ് ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി സ്കൂളിലുണ്ട്. കരുണാകരൻ പിന്നെ വിളിച്ചോ, നമ്മൾ കുമ്പള സ്കൂളിലുള്ളത്. അപ്പോൾ കുമ്പള സ്റ്റേഷനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അശ്വിനെ കയ്യേറ്റം ചെയ്തിരുന്ന ഒരു കേസും ഫയൽ ചെയ്യാൻ പെട്ടെന്ന് ഇപ്പം ലൈവ് നടന്നുണ്ട്. ഒന്ന് ബാക്കി ഒന്ന് ചെയ്യട്ടോ. ശരി ശരി. പൂവൊന്നും വിളിക്കണ്ട, പൂവൊന്നും വിളിക്കണ്ട. നമ്മളെ നമ്മൾ പ്രകോപനമൊന്നുമില്ല. അപ്പോൾ മുസ്ലിം ലീഗുകാർ വന്നിട്ട് ഉന്താൻ തള്ളാനൊക്കെ നോക്കി. അപ്പോൾ പോലീസ് ഇടപെട്ടു. അപ്പോൾ വന്നിട്ട് പോലീസ് അവർ പറഞ്ഞതനുസരിച്ച് ബലം പ്രയോഗിച്ചുകൊണ്ടേതാണ്. നമ്മൾ പ്രകോപനമൊന്നുമില്ല. നമ്മളെ പുറത്ത് നിന്നിട്ട് സമാധാനപരമായിട്ട് മുദ്രവാക്കി വെച്ചാൽ ലൈവ് വിഷ്വൽസ് ഉണ്ട്. അശ്വിനെ കയ്യേറ്റം ചെയ്തു. ബാക്കി നോക്കിയിട്ട് കുമ്പള സ്റ്റേഷനിൽ അത് പഠിക്കും. ആദ്യം നിങ്ങൾ അവിടുന്ന് പൊടിച്ചോണ്ട് വന്ന ലീഗുകാർ എത്ര? 50 ആളാ. ഞമ്മ 10 മതി. അതിന് 10 ഇപ്പൊ ഒരു കോളിൽ വരും. പക്ഷെ ആ जय जय भारत माता, जय जय भारत माता, जय जय BJP, जय जय BJP, जय जय BJP, जय जय BJP, बोलो भारत माता की जय. ഇനി എത്ര ടൈം വേണം വരാൻ? മറുപടി മറുപടി ഒന്നും കൊടുക്കാൻ നിങ്ങൾ അപ്പൊ വിട്, അവർ കൊണ്ട് പോകുന്നത് നിങ്ങൾ തടുക്കണം. അപ്പോ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഓഫീസർ എന്താക്കുന്നത്? ലേഡി പോലീസ് ഇല്ലാത്ത വന്ന പോലീസിന് എന്ത് മറുപടി നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ഓഫീസർ പറയുന്നു. നിങ്ങൾ ഓഫീസർക്ക് അല്ലായിരുന്നോ ലേഡി പോലീസ് ഇല്ലാത്ത പെണ്ണുങ്ങളെ വിളിക്കാൻ? അപ്പൊ അറിയില്ല ഓഫീസർക്ക് എന്ത് തെറ്റിയാ ഇതിന് പറയണം. സ്ത്രീകൾക്ക് അപമാനിക്കപ്പെടില്ല. നിങ്ങൾ ഒരു ലേഡി പോലീസിനെ കൊണ്ടുവന്ന പോലെ അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ ഓഫീസർക്കാരെ. അപ്പൊ നമുക്ക് പറയാമല്ലോ, ഓഫീസർക്കാരെ നിങ്ങൾ പറയുമ്പോൾ പറയാം. നിയമ രണ്ട് ഭാഗത്തേക്കും ബാധകമാണ് സാറേ. അക്സെപ്റ്റ് ആക്കിക്കൊണ്ട് പോകുന്നതാണ് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ MLA-മാർക്കും MP-മാർക്കും ഒരു നല്ല നീതി. അല്ലെങ്കിൽ ഇതിനെ തടുക്കാനും അത് പഠിപ്പിക്കാനും BJP ശക്തമായിട്ട് പ്രവർത്തനം നടത്തുന്നു. VD സവർക്കറെ കുറിച്ച് അറിയില്ലെങ്കിൽ പോയിട്ട് ഫസ്റ്റ് പഠിച്ചു വരട്ടെ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. ഒന്ന് പോയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പഠിക്കണം. അതെ, അയാൾ ഒരു 10ാം ക്ലാസ് പഠിച്ച ഒരാള് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മുടെ കേരളത്തിലെ നാണം
പറ്റുമെന്നില്ല. തന്നെയാണ് ആവശ്യം. കുട്ടിയെ വധിച്ചു പോകില്ല നിലപാട് കുട്ടി പ്രതിരോധം